നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ എക്കണോമി കൊലാപ്സായി ഇന്ത്യൻ എക്കണോമിയുടെ മേലെ വന്ന് വിളാൻ പോകുന്നു. ഇതാണ് ഇപ്പോൾ സംഭവം. ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി എന്ന് അങ്ങേര് പറയുന്നത് ഇൻ്റർനാഷണലിൽ ഇന്ത്യയുടെ പേരൊക്കെ എടുക്കാനാണ്. ഇന്ത്യ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് റെഡി ടു ഓവർടേക്ക് ജർമ്മനി. ഈ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങേര് ഇന്ത്യയുടെ എക്കണോമിയെ പൊളിക്കാനുള്ള എല്ലാ സ്റ്റെപ്പും എടുക്കുന്നു. വിസ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നു, 50% ടാരിഫ് ഇടുന്നു. അങ്ങേര് മണോപ്പൊളി മാതിരി അങ്ങേര് വൺ സൈഡഡായിട്ട് യൂണിലേറ്ററായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് അത് വല്ലാത്ത ഒരു അസുഖമാണത്. ഹിസ് ബ്രേസൺ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഇന്ത്യ. അപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കണമെങ്കിൽ വി ഷുഡ് ബോയ്ക്കോട്ട് US പ്രോഡക്ട്സ്. എന്ന് വെച്ചാൽ വേസ്റ്റ് ഐറ്റംസ് ഒരുപാട് അമേരിക്കൻ പ്രോഡക്ട്സാണ് ഇരിക്കുന്നത്. ഇവിടെ അവരാണ് ഇന്ത്യ ഫുള്ളായി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രി ടൂത്ത് പേസ്റ്റൊക്കെ ശരിക്കും വർക്കാവുന്നില്ല. രണ്ടാമത് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ US പ്രോഡക്ട്സ് വന്ന ശേഷം എല്ലാ സ്റ്റേറ്റിലും നേരത്തെ ഒവ്വൊരു ഡിസ്ട്രിക്റ്റിലും ഒവ്വൊരു ഫ്ലേവർ ഒവ്വൊരു ടേസ്റ്റ് ഇരുന്ന ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇൻഡസ്ട്രിയൊക്കെ ഇതായിപ്പോയി. അപ്പോൾ ഇതിനെയൊക്കെ ബാൻ ചെയ്യണം. ബാൻ ചെയ്യാമെന്ന് വരുമ്പോൾ അതിൽ ചില റെസ്ട്രിക്ഷൻ ഇരിക്കും. ഗവൺമെൻറ് ബാൻ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗാട്ട് അഗ്രിമെൻറ്റിൽ കയ്യെഴുത്തിട്ടതുകൊണ്ട്. അതേസമയം പൊതുജനങ്ങൾ ദേശഭക്തന്മാർ ഇന്ത്യൻ എക്കണോമിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ പ്രോഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യണം. അതേമാതിരി കോസ്റ്റ്ലി ഡ്രസ്സ് ഒരുപാട് ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ അമ്മമാരുടെ സേവിങ്സ് ഇവിടെ 22% ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലൂടെ ഒരു എക്കണോമി സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതായത് സേവിങ്സ് മിനിമം ഒരു 18% എങ്കിലും ഇരിക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് 22% ഉണ്ട്. അപ്പോൾ ഈ ചിദംബരം ഇരിക്കുന്ന സമയത്താണ് അമേരിക്കൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇറക്കുന്നതെന്ന് വെച്ചാൽ ലേഡീസൊക്കെ അത് വാങ്ങും. അപ്പോൾ അവരുടെ സേവിങ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാട്ടായിരുന്നു കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്മെറ്റിക്സ് അതൊക്കെ അമേരിക്കൻ ഇറക്കാൻ കാരണം ഇന്ത്യയുടെ സേവിങ്സ് അതിനെ റേറ്റൊക്കെ കുറയ്ക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ഇവർ തിരിച്ച് അവരുടെ എക്കണോമി പൊളിഞ്ഞു വീഴുന്ന ഭാഗങ്ങൾ നമ്മുടെ എക്കണോമിയുടെ മേലെ വീഴാനാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചൈനയെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കോമ്പറ്റീഷനിൽ പിടിച്ചു നിർത്താൻ ഇന്ത്യയെ ബലികടാക്കാൻ നിൽക്കുന്നു. അപ്പോൾ അതിന് ജനങ്ങൾ അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ പ്രോഡക്ട്സ് വേണ്ടതെന്ന് വെച്ചിട്ട് ഇൻഡിജീനിയസ് പ്രോഡക്ട്സിലോട്ട് മാറുമ്പോൾ നമ്മുടെ എക്കണോമിയെ നിലനിർത്താനും പറ്റും, അവർക്കൊരു തിരിച്ചടി കൊടുക്കാനും പറ്റും. അതിനെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.